ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അഫബിൾ ഡീസി ആൻഡ് സ്മാർട്ട് ലേണിംഗ്. നമ്മൾ ഇന്ന് നോക്കുന്നത് 8ാം ക്ലാസ്സിലെ ബയോളജിയാണ്. 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കൊക്കെ മാറി പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കി നോക്കാം. ലെറ്റ്സ് കൾട്ടിവേറ്റ് ആൻഡ് ഡ്രീപ് ഗുഡ്നെസ്. അതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര്. നട്ട് നനയ്ക്കാം, നന്മകൾ കൊയ്യാം. അങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കാം. ആദ്യം തന്നെ അവിടെ ഒരു ഇൻട്രൊഡക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പിക്ചറും അതിൻ്റെ കൂടെ ഒരു ഡിസ്ക്രിപ്ഷനും ഉണ്ട്. എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് നോക്കി നോക്കാം. ഒരു കുട്ടിക്ക് ഫാമേഴ്സ് ഡേ സെലിബ്രേഷൻ്റെ സമയത്ത് കർഷക പ്രതിഭ അവാർഡ് കൊടുത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആദരിക്കുന്ന ഒരു പിക്ചറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കി നോക്കാം. ഹാവൻ യു നോട്ടീസ്ഡ് ദ ഡിലിജന്റ് സ്റ്റുഡൻറ് ഹു ഈസ് റിസീവിംഗ് കർഷക പ്രതിഭ അവാർഡ് ഫോർ ബീയിങ് ദ ബെസ്റ്റ് സ്റ്റുഡൻറ് ഫാമർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഫോർ പ്രൊഡ്യൂസിങ് ഹൈ ക്വാളിറ്റി വെജിറ്റബിൾസ് അറ്റ് എ ലോ കോസ്റ്റ്. അതായത് കുറഞ്ഞ ചെലവിൽ പച്ചക്കറികൾ ഉണ്ടാക്കിയതിന് ഒരു കുട്ടി കർഷകനെ സ്റ്റേറ്റ് ഗവൺമെൻറ് കർഷക പ്രതിഭ അവാർഡ് കൊടുത്ത് ആദരിക്കുന്ന ഒരു ചടങ്ങിൻ്റെ പിക്ചറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വാട്ട് ഡു ദ ഗവൺമെൻറ് എയിം ഇൻ ഗിവിംഗ് എവേ സച്ച് അവാർഡ്സ് ടു ചിൽഡ്രൻ? എന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇങ്ങനെയുള്ള അവാർഡൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ട് സർക്കാർ എന്താണ് ലക്ഷ്യമാക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിനായിരിക്കും ഇങ്ങനെ കുട്ടികൾക്കൊക്കെ അവാർഡ് കൊടുക്കുന്നത്? അതായത് കുട്ടികളിൽ അല്ലെങ്കിൽ യുവതലമുറയിൽ കൃഷിയോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കാനും എല്ലാവരെയും കൃഷി ചെയ്യാൻ പ്രേരിപ്പിക്കാനൊക്കെയാണ് സർക്കാർ ഇങ്ങനത്തെയൊക്കെ ട്രോഫികളും അവാർഡുകളൊക്കെ നൽകുന്നത്. ഓക്കെ, അടുത്തായിട്ട് എന്താ ചോദിച്ചിരിക്കണേ? ഡു യു നോ എനിവൺ ഹു ഹാസ് അച്ചീവ്ഡ് സിമിലർ സക്സസ് ഇൻ അഗ്രികൾച്ചർ? നിങ്ങൾക്ക് ഇങ്ങനെ ഇതേപോലെ കൃഷിയിൽ സക്സസ് ആയിട്ടുള്ള ആരെങ്കിലും അറിയോ? വാട്ട് ആക്ടിവിറ്റി ഇൻ ദ അഗ്രികൾച്ചറൽ സെക്ടർ മെയ്ഡ് ദം നോട്ടബിൾ? അഗ്രികൾച്ചറൽ സെക്ടറിൽ എന്ത് ആക്ടിവിറ്റിയാണ് അവരെ ശ്രദ്ധേയനാക്കിയതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലെറ്റ് us take a look at a portion of the report submitted by this student farmer to the award selection committee. Read the given excerpt of the report. അതായത് ഈ കുട്ടി അവാർഡ് സെലക്ഷൻ കമ്മിറ്റിയുടെ മുമ്പ് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത്, എന്തൊക്കെയാണ് രീതികൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കാനാണ് പറയുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കി നോക്കാം അല്ലേ, എന്തൊക്കെയാണ് ഈ കുട്ടിയുടെ കൃഷി ചെയ്യുന്ന രീതികളെന്ന് നമുക്ക് നോക്കി നോക്കാം. ഐ ആം എ സ്റ്റുഡൻറ് ഓഫ് ക്ലാസ് 8. മൈ ഫാമിലി കൺസിസ്റ്റ് ഓഫ് മൈ ഫാദർ, മദർ ആൻഡ് എ സിസ്റ്റർ. We have our own house and 15 cents of land. My father is a small scale businessman. എന്താ പറഞ്ഞിരിക്കണേ? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അച്ഛൻ, അമ്മ, പിന്നെ ഒരു സിസ്റ്റർ അടങ്ങുന്ന കുടുംബമാണ്. അവർക്ക് സ്വന്തമായിട്ട് വീടും ഒരു 15 സെൻറ്റ് ലാൻഡും ഉണ്ട്. അച്ഛൻ ഒരു ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ്. I became more interested in farming when I visited a farm as a part of my school activities. Then I gathered more information by contacting experts in the field of agriculture. അതായത് സ്കൂളിൽ നിന്ന് ഒരു അഗ്രികൾച്ചറൽ സൈറ്റിലേക്ക് ഒരു വിസിറ്റിന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ കുട്ടിക്ക് കൃഷിയോട് കൂടുതൽ താല്പര്യം തോന്നി തുടങ്ങിയത്. അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഈ കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് കൃഷിയിലെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് ഒരുപാട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തു. കൺസിഡറിങ് ദ സ്പേസ് കൺസ്ട്രെയിൻ I made precise plans and started farming. I mainly cultivate beans, bitter gourd, brinjal, ladyfinger, ivy gourd, mint, spinach, green chilli and tomato. അപ്പോൾ എന്തൊക്കെയാണ് പറയണേ? ആ കുട്ടി കുറേ വെറൈറ്റികളൊക്കെ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. ആഫ്റ്റർ മീറ്റിംഗ് അവർ ഹൗസ് ഹോൾഡ് നീഡ്സ് വി ക്യാൻ ഓൾസോ സെൽ ദ വെജിറ്റബിൾസ് ആൻഡ് ത്രൂ ദീസ് വി ക്യാൻ ഏൺ അബൌട്ട് ₹2000 പെർ വീക്ക്. ഇവരുടെ വീട്ടിലേക്കുള്ള ആവശ്യം കഴിഞ്ഞിട്ട് ഇവർക്ക് പുറത്ത് കൊടുക്കാനും പച്ചക്കറികളുണ്ടായിരുന്നു. അതുവഴി ആഴ്ചയിൽ ഇവർക്ക് ₹2000 ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഐ ഹാവ് ബീൻ റിസീവിങ് അൺവേവറിങ് സപ്പോർട്ട് ആൻഡ് കോപ്പറേഷൻ ഫ്രം ദി അഗ്രികൾച്ചർ ഓഫീസ്, ഗ്രാമപഞ്ചായത്ത് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ദി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇവർക്ക് ഗ്രാമപഞ്ചായത്തിൽ നിന്നും അഗ്രികൾച്ചറൽ ഓഫീസിൽ നിന്നൊക്കെ സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. റീസെൻ്റ്ലി ഐ ഹാവ് ആൾസോ ബീൻ യൂട്ടിലൈസിങ് സം ഓൺലൈൻ സർവീസസ്. അത് കൂടാണ്ട് ഇപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് ഓൺലൈൻ സർവീസസും യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആർ എൻ യു ഹാപ്പി ഓൺ ഹിയറിംഗ് അബൌട്ട് അവർ ഫ്രണ്ട് സക്സസ് സ്റ്റോറി? അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ സക്സസ് സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായില്ലേ എന്നാണ് ചോദിക്കുന്നത്. ദർ ആർ മെനി ഇൻഡിവിജ്വൽസ് ഇൻ അവർ സ്റ്റേറ്റ് ഹു ഹാവ് അച്ചീവ്ഡ് സക്സസ് ഇൻ ദ ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ. Prepare a note by examining the newspaper reports based on the indicators. അപ്പോൾ കുറേ പേര് ഇതുപോലെ കൃഷിയിൽ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അവരെക്കുറിച്ചൊക്കെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്.
അത് വായിച്ചു നോക്കിയിട്ട് ആ ഇൻഡിക്കേറ്റേഴ്സിലുള്ള ആൻസേഴ്സ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യം ആ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? സ്കൂൾ സ്റ്റുഡൻറ് സീക്സ് പേറ്റന്റ് ഫോർ ടപ്പിയോക്ക ഹാർവെസ്റ്റർ. എ സ്കൂൾ സ്റ്റുഡൻറ് ഹാസ് garnered media attention for developing a simple machine for harvesting tapioca. This little scientist has applied for a patent for his invention. അതായത് ഒരു സ്കൂൾ കുട്ടി ഇപ്പോൾ വളരെ ശ്രദ്ധേയനായിരിക്കുകയാണ്. എങ്ങനെയാണ് ശ്രദ്ധേയനായത്? ആ കുട്ടി ടപ്പിയോക്ക പുളക്കിഴങ്ങ് പറിക്കാനായിട്ടൊരു സിമ്പിൾ മെഷീൻ കണ്ടുപിടിച്ചു. ആ മെഷീന് വേണ്ടിയിട്ട് ആ കുട്ടി ഇപ്പോൾ പേറ്റൻറ്റ് എടുക്കാനായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പാറ്റൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും സംഭവം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ അവകാശവും നമുക്കാക്കി മാറ്റാനുള്ള ഒരു ലീഗൽ മെത്തേഡാണ് പാറ്റൻറ്റ് എടുക്കുന്നത്. അപ്പോൾ ആ കുട്ടി പാറ്റൻറ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? സക്സസ് ഇൻ ബനാന ലീഫ്. എടപ്പാളിലൊരു ന്യൂസാണ്. ഇൻസ്റ്റെഡ് ഓഫ് ബനാന ബഞ്ചസ്, എ യങ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാമർ ഫ്രം എടപ്പാൾ ഹാസ് സ്ക്രിപ്റ്റഡ് എ ന്യൂ സക്സസ് സ്റ്റോറി ത്രൂ ദ മാർക്കറ്റിംഗ് ഓഫ് ബനാന ലീവ്സ്. അതായത് ബനാന ബഞ്ചസ്, വാഴക്കൊല വിൽക്കുന്നതിന് പകരം വാഴയില വിറ്റിട്ട് പുതിയ സക്സസ് സ്റ്റോറി ഉണ്ടാക്കിയിരിക്കുകയാണ് എടപ്പാളിലെ ഒരാൾ. ദ ഐഡിയ സ്ട്രക്ക് വെൻ ബനാന ബഞ്ചസ് were selling at a low price, prompting him to think, what if I sell banana leaves instead? അതായത് ബനാന ബഞ്ചസിന് വില കുറഞ്ഞപ്പോഴാണ് അദ്ദേഹം എന്ത് ചിന്തിച്ചത്? ബഞ്ചസിന് പകരം എന്തുകൊണ്ട് എനിക്ക് ബനാന ലീവ്സ് വിറ്റൂടാ എന്ന് ചിന്തിച്ചത്. ഓക്കെ, ഇനി അടുത്ത റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? സ്റ്റുഡൻസ് ലീഫി ഗ്രീൻ ഷോപ്പ്. A college student startup aimed at utilizing the market value of nutrient-rich leafy greens achieved record sales within a year of its inception. ഒരു കോളേജ് സ്റ്റുഡൻസിൻ്റെ ഒരു ബിസിനസ്. അവരെന്താ ചെയ്യുന്നുണ്ടായിരുന്നേ? ന്യൂട്രിയൻ റിച്ച് ആയിട്ട് നമ്മുടെ ലീഫി വെജിറ്റബിൾസ് ഒക്കെ ഇല്ലേ, ഇലക്കറികൾ, അതൊക്കെ സെയിൽ ചെയ്യാൻ തുടങ്ങി. പക്ഷേ വിചാരിച്ചതിനെക്കാട്ടിലും റിസൾട്ട് ആ ഒരു ബിസിനസ്സിന് അവർക്ക് കിട്ടിയെന്നാണ് പറയുന്നത്. എൻ്റർപ്രണർ ത്രൂ ടേമറിക് കൾട്ടിവേഷൻ. വയനാട്ടിൽ നിന്നുള്ളൊരു ന്യൂസാണ്. A young man who has started turmeric cultivation on 2 acres of land faced difficulties during harvest time due to low market price. അപ്പോൾ ഒരു കർഷകൻ 2 ഏക്കറിൽ മഞ്ഞൾ വെച്ചു. പക്ഷേ വിളവെടുക്കുന്ന സമയമായപ്പോഴേക്കും എന്തായി? മഞ്ഞളിന് വില കുറഞ്ഞു. When he realized that numerous value-added products could be made from turmeric, he became a new entrepreneur. അതായത് മഞ്ഞളിന് വില കുറഞ്ഞെന്ന് അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ അദ്ദേഹം മാറി ചിന്തിച്ചു. എന്ത് വിചാരിച്ചു? മഞ്ഞളിന് വില കുറഞ്ഞെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ആ മഞ്ഞളിൽ നിന്ന് ഒരുപാട് വേറെ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, മൂല്യവർദ്ധിത വസ്തുക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം പുതിയൊരു ബിസിനസ്സുകാരനായി. ആ മഞ്ഞളിൽ നിന്ന് മഞ്ഞൾ കൃഷി ചെയ്ത് വിൽക്കുന്നതിന് പകരം ആ മഞ്ഞളിൽ നിന്ന് വേറെ പല പ്രോഡക്ട്സും ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങി. അത് അദ്ദേഹത്തിന് സക്സസ്ഫുൾ ആക്കി എന്നാണ് പറയുന്നത്. അടുത്തത് ന്യൂ ബ്രാൻഡ് ഫോർ ഗന്ധശാല. Gandashala, the valuable variety of rice, was cultivated in a unique way and it was launched in the market under a special brand, received a good response in the market. നമ്മുടെ പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു അരിയാണ് ഗന്ധശാല. ആ അരിയുടെ വെറൈറ്റി വീണ്ടും കൾട്ടിവേറ്റ് ചെയ്യുകയും അതൊരു പുതിയ ബ്രാൻഡായിട്ട് മാർക്കറ്റിൽ ഇറക്കുകയും ചെയ്തപ്പോൾ നല്ല വാല്യൂ കിട്ടി, നല്ല റെസ്പോൺസ് കിട്ടി എന്നാണ് പറയുന്നത്. ഇൻസ്പയർഡ് ബൈ ദീസ് മോർ യങ് എൻറ്റർപ്രണേഴ്സ് ആർ പ്ലാനിങ് ടു സ്റ്റാർട്ട് കൾട്ടിവേഷൻ അറ്റ് മോർ പ്ലേസസ്. അപ്പോൾ ഇതിൽ നിന്നൊരു മോട്ടിവേഷൻ കിട്ടിയപ്പോൾ വേറെ പല ആൾക്കാരും ഈ ഒരു അരി കൾട്ടിവേറ്റ് ചെയ്യാനും അതിനെ പ്രൊമോട്ട് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ന്യൂസ് റിപ്പോർട്ട്സ് ഒക്കെ ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ കൃഷിയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സൺസിൻ്റെ ന്യൂസ് റിപ്പോർട്ട്സ് ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ന്യൂസ് റിപ്പോർട്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 2-3 ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് താഴെ. ആ ഇൻഡിക്കേറ്റേഴ്സിനൊക്കെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്കതിപ്പോൾ ഫസ്റ്റ് ഇൻഡിക്കേറ്ററിൽ എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ആർ ദ ഐഡിയാസ് യു ഹാവ് ലേൺ ഫ്രം ദീസ് ന്യൂസ് റിപ്പോർട്ട്സ്. ഈ ന്യൂസ് റിപ്പോർട്ട്സിന് എന്തൊക്കെ ഐഡിയാസ് ആണ് നിങ്ങൾക്ക് കിട്ടിയതെന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? യൂട്ടിലൈസിങ് മോഡേൺ ടെക്നോളജി ടു റെഡ്യൂസ് വർക്ക് ലോഡ് കുറയ്ക്കാൻ മോഡേൺ ടെക്നോളജീസ് യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലായി. ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഫോർ നോൺ ടോക്സിക് ക്രോപ്സ് വിഷമടങ്ങാത്ത ഭക്ഷ്യവസ്തുക്കൾക്കുള്ള ആവശ്യകത ഇന്ന് കൂടി വരികയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ. സക്സസ് ഇൻ മേക്കിംഗ് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഫ്രം ക്രോപ്സ്. നമ്മുടെ വിളകളിൽ നിന്ന് മൂല്യവർദ്ധിത വസ്തുക്കൾ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് മനസ്സിലായി. ക്രിയേറ്റിംഗ് വാല്യൂ ഫ്രം വേസ്റ്റ്.
ഈവൻ വേസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന സാധനങ്ങളിൽ നിന്ന് പോലും നമുക്ക് വാല്യൂ ഉള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ വേസ്റ്റിന് പോലും ഒരു വാല്യൂ ഉണ്ട് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ ബനാന ബഞ്ചസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റൊക്കെ നമ്മൾ എന്തായിരുന്നു, ബഞ്ചസ് വാഴക്കൊല വെട്ടിയതിന് ശേഷം വാഴയില വെറുതെ വേസ്റ്റാക്കി കളയായിരുന്നു. പക്ഷേ ആ വാഴയില പോലും സെയിൽ ചെയ്ത് നമുക്ക് അതിനൊരു ലാഭം നേടാം നമുക്ക് ഈ ഒരു ന്യൂസ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലായില്ലേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ സർക്കംസ്റ്റൻസസ് ദാറ്റ് പ്രോംപ്റ്റഡ് ഫാമേഴ്സ് ടു ചൂസ് ന്യൂ വേസ്? അതായത് പുതിയ രീതികൾ തിരഞ്ഞെടുക്കാൻ കർഷകരെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, പ്രൈസ് ഡ്രോപ്പ് ഓഫ് ക്രോപ്സ് ആണ്. വിളകളുടെ വില വല്ലാതെ കുറയുന്നത്. കൃഷി ചെയ്യുന്ന സമയത്ത് നല്ല വിലയുള്ളൊരു ക്രോപ്പാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും വില കുറയുന്നത് കർഷകർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ നേരത്തെ ന്യൂസ് റിപ്പോർട്ട് വായിച്ചപ്പോൾ മനസ്സിലായിരുന്നു, മഞ്ഞൾ കൃഷി ചെയ്യുന്ന സമയത്ത് വിലയുണ്ടായിരുന്നു, പക്ഷേ ഹാർവെസ്റ്റിംഗ് ടൈം ആയപ്പോഴേക്കും അതിൻ്റെ വില കുറഞ്ഞു. അപ്പോൾ പ്രൈസ് ഡ്രോപ്പ് ഒരു വലിയ പ്രശ്നമാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം. അടുത്തത് ലാക്ക് ഓഫ് ലേബേഴ്സ് ആണ്, തൊഴിലാളികളുടെ അഭാവം. പണ്ട് കാലത്തൊക്കെ നമ്മൾ പാടത്തൊക്കെ കൃഷി ചെയ്യുമ്പോൾ കൊയ്യാനും നെൽച്ചെടികൾ നടാനും ഒക്കെ സാധാരണ തൊഴിലാളികളെ വിളിച്ചിരുന്നു. പക്ഷേ ഇന്ന് ആ പണിക്കൊന്നും തൊഴിലാളികളെ കിട്ടാണ്ടായപ്പോൾ പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യാൻ തുടങ്ങി? ടെക്നോളജീസ്, മെഷീൻസ് യൂസ് ചെയ്യാൻ തുടങ്ങിയില്ലേ. അപ്പോൾ ലാക്ക് ഓഫ് ലേബേഴ്സ് മറ്റൊരു കാരണമാണ്. അടുത്തത് ലാക്ക് ഓഫ് നോളേജ് എബൌട്ട് മോഡേൺ ടെക്നോളജി. മോഡേൺ ടെക്നോളജീനെ കുറിച്ചുള്ള അറിവില്ലായ്മയും ഒരു കാരണമാണ്. അടുത്തത് എക്സ്പ്ലോയിറ്റേഷൻ ബൈ മിഡിൽ മെൻ, ഇടനിലക്കാരുടെ ചൂഷണം. അതെന്താണെന്ന് വെച്ചാൽ ഒരു കർഷകൻ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അത് വിൽക്കുന്ന സമയത്ത് അയാൾക്ക് കിട്ടുന്ന വില വളരെ കുറവാണ്. പക്ഷേ അതൊരു ഇടനിലക്കാരൻ വാങ്ങി അയാൾ അത് കച്ചവടം നടത്തി നമ്മളെപ്പോലുള്ള സാധാരണക്കാരിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെ ലാഭം കിട്ടുന്നത് ആ ഇടനിലക്കാരനാണ്. ഒരു കർഷകന് ഒരു ബനാന ബഞ്ച്, ഒരു വാഴക്കൊല വിറ്റ് കഴിഞ്ഞാൽ 50 രൂപയാണ് കിലോയ്ക്ക് കിട്ടുന്നതെങ്കിൽ അത് കടക്കാരൻ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്നത് 60 രൂപയായിരിക്കും. അപ്പോൾ കർഷകൻ്റെ എഫേർട്ടിന് അവിടെ വാല്യൂ കിട്ടുന്നില്ല. അതാണ് എക്സ്പ്ലോയിറ്റേഷൻ ബൈ മിഡിൽ മെൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഫോർ നോൺ ടോക്സിക് ക്രോപ്സ്. അതായത് നമുക്കറിയാം ഇന്നത്തെ പച്ചക്കറികളൊക്കെ കൂടുതലും വിഷം അടങ്ങിയതാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ വിഷമില്ലാത്ത സാധനങ്ങൾക്ക് ഇന്ന് ആവശ്യക്കാർ കൂടിയിരിക്കുകയാണ്. അപ്പോൾ അതും കർഷകർ എന്ത് ചെയ്യുന്നുണ്ട്? മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ്. വിഷമില്ലാത്ത വസ്തുക്കൾ ഉണ്ടാക്കിയാൽ അത് വാങ്ങിക്കാൻ ആളുണ്ട്, അതിൽ നല്ല വാല്യൂ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ അപ്പോഴും കർഷകർ എന്ത് ചെയ്യും? മാറി ചിന്തിക്കാനുള്ള ഒരു കാരണമാണ്. അപ്പോൾ ഏതൊക്കെയായിരുന്നു പോയിന്റ്സ്? പ്രൈസ് ഡ്രോപ്പ് ഓഫ് ക്രോപ്സ്, ലാക്ക് ഓഫ് ലേബേഴ്സ്, lack of knowledge about modern technology, exploitation by middlemen, increased demand for non-toxic crops. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് ആർ ദി അതർ പോസിബിലിറ്റീസ് ടു മേക്ക് ഫാമിംഗ് പ്രോഫിറ്റബിൾ? കൃഷി ലാഭകരമാക്കാനുള്ള മറ്റ് മാർഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ്, കൾട്ടിവേഷൻ ഓഫ് ഹൈ വാല്യൂ ക്രോപ്സ്. നല്ല മൂല്യമുള്ള ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ നോക്കുക. എപ്പോഴും മാർക്കറ്റിൽ നല്ല വിലയുള്ള ക്രോപ്സ് നോക്കി കൾട്ടിവേറ്റ് ചെയ്താൽ കർഷകൻ നല്ല ലാഭം ഉണ്ടാക്കാൻ സാധിക്കും അല്ലേ. അതുപോലെ തന്നെ കൾട്ടിവേഷൻ ഓഫ് ഡൈവേഴ്സ് ക്രോപ്സ്. ഒരു കൃഷിസ്ഥലത്ത് പലതരത്തിലുള്ള വിളകൾ ഒരേ സമയം കൃഷി ചെയ്യുകയാണെങ്കിൽ ഒരു വിളയുടെ വില കുറഞ്ഞാലും കർഷകൻ അത് അഫക്റ്റ് ചെയ്യില്ല. ഒരുപാട് വിളകൾ കൃഷി ചെയ്യുമ്പോൾ ഈ വിളകളുടെ വിലയിടിവിൽ നിന്ന് ഒരു പരിധിവരെ കർഷകന് ഒരു ആശ്വാസം കിട്ടും. ദെൻ അടുത്തത്, സെൽ പ്രോഡക്ട്സ് ഡയറക്ട്ലി ടു കൺസ്യൂമേഴ്സ്. അതായത് കർഷകൻ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് ഡയറക്റ്റായിട്ട് കർഷകൻ തന്നെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇടനിലക്കാരുടെ ചൂഷണം ഒരു പരിധി വരെ ഒഴിവാക്കാനും നല്ല ലാഭകരമായിട്ടുള്ള കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനും കർഷകനെ കൊണ്ട് സാധിക്കും. ഇന്നൊക്കെ നമുക്കറിയാം ഓൺലൈൻ സർവീസസ് ഒക്കെ ധാരാളം ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണ്, നമുക്കത് ഓൺലൈനിലൂടെ നമുക്ക് തന്നെ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ലാഭകരമായിരിക്കും. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കാൻ നോക്കുക. ദെൻ യൂട്ടിലൈസ് ടെക്നോളജി ടു ഒപ്റ്റിമൈസ് റിസോഴ്സസ് യൂസസ് ആൻഡ് ഇംപ്രൂവ് ഈൽഡ്. ടെക്നോളജീസൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ടെക്നോളജീസ് നന്നായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി നമുക്ക് ഈൽഡ് കുറച്ചും കൂടി എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് കിട്ടാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് അവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്കൊന്ന് നോക്കി നോക്കാം. വാട്ട് ടൈപ്സ് ഓഫ് സപ്പോർട്ട് ആർ അവൈലബിൾ ഫോർ ദോസ് സ്റ്റാർട്ടിങ് എ ന്യൂ വെഞ്ചർ? ഒരു പുതിയ സംരംഭം തുടങ്ങാൻ എന്തൊക്കെ സഹായങ്ങളാണ് നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്നത് എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു അഗ്രികൾച്ചർ ആണെങ്കിൽ അതിനൊരു സക്സസ് സ്റ്റോറി ആക്കാൻ, ഒരു അഗ്രികൾച്ചർ സക്സസ്ഫുൾ ആയി പോകണമെങ്കിൽ എന്തൊക്കെ സപ്പോർട്ട് നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്ന് നമുക്കൊന്ന് ഫിൽ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് ഓൺലൈൻ സിസ്റ്റത്തെക്കുറിച്ചാണ്.
ഫസ്റ്റ് നമുക്ക് ഓൺലൈൻ സിസ്റ്റം കൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ എബൌട്ട് ഡിസീസ്, പെസ്റ്റ് ഇൻഫെക്ഷൻ ആൻഡ് ഇഫക്റ്റീവ് സൊല്യൂഷൻ. അതായത് ഒരു ഡിസീസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് ഓൺലൈനിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ പെസ്റ്റ് ഇൻഫെക്ഷൻസിനെ കുറിച്ചൊക്കെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഓൺലൈനിൽ നിന്ന് കിട്ടും. അതിനൊക്കെയുള്ള ഇഫക്റ്റീവായിട്ടുള്ള സൊല്യൂഷൻസ് നമുക്ക് ഓൺലൈനിൽ നമുക്ക് അവൈലബിൾ ആണ് അല്ലേ. അത് കൂടാണ്ട് വേറെ എന്തൊക്കെയായിരിക്കും ഓൺലൈൻ സിസ്റ്റത്തിൻ്റെ യൂസസ്? ഗെറ്റ് നോളേജ് അബൌട്ട് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ്. നമുക്ക് സെയിൽ ചെയ്യാൻ നമ്മൾ ഉണ്ടാക്കിയ ക്രോപ്സൊക്കെ മാർക്കറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും ഓൺലൈനിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഗെറ്റ് ഇൻഫർമേഷൻസ് എബൌട്ട് മോഡേൺ ടെക്നോളജീസ്. പുതിയ പുതിയ ടെക്നോളജീസിനെ കുറിച്ചൊക്കെയുള്ള ഇൻഫർമേഷൻസ് കിട്ടാനും നമുക്ക് എന്തിൻ്റെ സപ്പോർട്ട് കിട്ടും? ഓൺലൈൻ സിസ്റ്റത്തിൻ്റെ സപ്പോർട്ട് നമുക്ക് കിട്ടും. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീനെ കുറിച്ചാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നമുക്ക് ലോൺ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കർഷകർക്ക് ആവശ്യമായിട്ടുള്ള ലോണുകളൊക്കെ കൊടുത്ത് സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ പ്രൊവൈഡ് ബെറ്റർ പ്രൈസ് ടു ക്രോപ്സ്. അവർ കർഷകരിൽ നിന്ന് ക്രോപ്സ് ഡയറക്റ്റായിട്ട് എടുക്കുകയും അത് നല്ല വില കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു കർഷകരിനെ ഭയങ്കരമായിട്ട് ഇടനിലക്കാർ ചൂഷണം ചെയ്യുന്നുണ്ട് എന്ന്. അപ്പോൾ അതൊരു പരിധിവരെ ഒഴിവാക്കാൻ ഇതുകൊണ്ട് നമുക്ക് സാധിക്കും. ദെൻ നെക്സ്റ്റ് വൺ മാർക്കറ്റിംഗ് ആണ്. ക്രോപ്സിൻ്റെ മാർക്കറ്റിങ്ങിന് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വളരെ ഹെൽപ്ഫുള്ളാണ്. അടുത്തത് ഫാമിലി മെമ്പേഴ്സാണ്. ഫിനാൻഷ്യൽ എയ്ഡ്. ഫാമിലിയിൽ നിന്ന് നമുക്ക് ഏതൊരു സംരംഭം തുടങ്ങാനും ഉള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നത് ഫാമിലിയിൽ നിന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടാണ് ഡിവിഷൻ ഓഫ് ലേബർ. നമ്മൾ ഏതൊരു ജോലി ചെയ്യുമ്പോഴും നമ്മുടെ കൂടെ സഹായിക്കാൻ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആവില്ലേ. അപ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ നമുക്ക് ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ടാണ്. അതുകൂടാതെ തന്നെ വരുന്ന മറ്റൊരു കാര്യമാണ് എൻകറേജ്മെൻറ്റ്. പോസിറ്റീവ് എൻകറേജ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകാൻ ഭയങ്കര എളുപ്പമായിരിക്കും അല്ലേ. അപ്പോൾ എൻകറേജ്മെൻറ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ്. ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൊവൈഡ് ക്വാളിറ്റി പ്ലാന്റിംഗ് മെറ്റീരിയൽസ്. നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റിംഗ് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റെക്കഗ്നീഷൻ ആൻഡ് അപ്രൂവൽ. നേട്ടങ്ങൾ കൈവരിച്ചാൽ അത് റെക്കഗ്നൈസ് ചെയ്യാനും ഗവൺമെൻറ് ബോഡീസ് ശ്രദ്ധിക്കാറുണ്ട്. ദെൻ ഫെർട്ടിലൈസേഴ്സ് സപ്ലൈ. ആവശ്യമായിട്ടുള്ള കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് അഗ്രികൾച്ചറൽ ഓഫീസ്, അതുപോലെ തന്നെ കൃഷിഭവൻ. അഗ്രികൾച്ചറൽ ഓഫീസ് അല്ലെങ്കിൽ കൃഷിഭവനൊക്കെ നമുക്ക് നല്ല ഗൈഡൻസ് തരുന്നുണ്ട്. കൃഷിയെ കുറിച്ച് അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഗൈഡൻസ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഗൈഡൻസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ദെൻ ഫിനാൻഷ്യൽ സപ്പോർട്ട്, ലോണ് പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ പല മോഡേൺ ടെക്നിക്സിനെ കുറിച്ചുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അഗ്രികൾച്ചറിനെ സക്സസ്ഫുൾ ആക്കാനായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സപ്പോർട്ട്. ഓൺലൈൻ സിസ്റ്റംസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ് ഉണ്ട്, ദെൻ അഗ്രികൾച്ചറൽ ഓഫീസ് അല്ലെങ്കിൽ കൃഷിഭവനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇതൊന്നും കൂടാതെ വേറെ ഒരുപാട് സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ഇത്രയൊക്കെ ടെക്സ്റ്റിലുള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ സപ്പോർട്ട് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ് ഇത്രയേ ഉള്ളൂ. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത പാർട്ടായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.